നമസ്കാരം, എന്റെ ജൂനിയർ വൈൽഡ് ലൈഫ് ഡിറ്റക്റ്റീവുകളെ. ഈ പുതിയ അന്വേഷണ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടിലെ ഏറ്റവും വിസ്മയകരമായ മൃഗങ്ങളിലൊന്നിന്റെ, അതെ, നമ്മുടെ സ്വന്തം കടുവകളുടെ ചില വലിയ രഹസ്യങ്ങൾ നമ്മളിന്ന് കണ്ടെത്താൻ പോവുകയാണ്. തയ്യാറല്ലേ? തുടങ്ങാൻ തന്നെ എന്റെ വക ചെറിയൊരു ചോദ്യം. നിങ്ങളുടെ ഡിറ്റക്റ്റീവ് ബുദ്ധിയൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കൂ. കടുവകളുടെ രോമങ്ങൾക്കിടയിലുള്ള ചർമ്മത്തിലും ഈ വരകൾ ഉണ്ടാകുമോ? അതോ ആ കറുത്ത വരകൾ രോമങ്ങളിൽ മാത്രമാണോ ഉള്ളത്? ഒന്നാലോചിച്ചു നോക്കൂ. ശരിയായ ഉത്തരം അതേ എന്നാണ്. രോമങ്ങൾ മുഴുവനായി മാറ്റിയാൽ പോലും കടുവയുടെ ശരീരത്തിൽ ഈ വരകൾ നമുക്ക് കൃത്യമായി കാണാം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? മനുഷ്യരുടെ വിരലടയാളങ്ങൾ പോലെ ഓരോ കടുവയുടെയും ശരീരത്തിലെ വരകൾ തികച്ചും വ്യത്യസ്തമാണ്. അതായത്, ലോകത്തെ രണ്ട് കടുവകൾക്കും ഒരേപോലെയുള്ള വരകൾ ഉണ്ടാകില്ല. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയല്ലേ അത്? ഇനി നമുക്ക് ഒളിച്ചുകളിയിലെ രാജാക്കന്മാരെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ അന്വേഷിക്കുന്ന ആദ്യത്തെ വലിയ രഹസ്യം ഇതാണ്. തിളങ്ങുന്ന ഓറഞ്ച് നിറമുള്ള ഇത്രയും വലിയൊരു മൃഗം എങ്ങനെയാണ് പച്ച നിറമുള്ള കാട്ടിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുന്നത്? ശരിക്കും കടുവകൾ അതിന്റെ ശരീരത്തിലെ വരകൾ ഒരു കാമഫ്ലാഷ് ട്രിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത്, ശത്രുക്കളുടെയോ ഇരയുടെയോ കണ്ണിൽ പെടാതിരിക്കാനുള്ള ഒരു സൂത്രവിദ്യ. വലിയ പുല്ലുകൾക്കിടയിലും മരങ്ങൾക്കിടയിലും നിൽക്കുമ്പോൾ ഈ കറുത്ത വരകൾ കാരണം കടുവയുടെ ശരീരം വെളിച്ചവും നിഴലും പോലെ തോന്നിപ്പിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു കടുവയാണെന്ന് ആർക്കും മനസ്സിലാകില്ല. കടുവകളെ ഇത്രയും മിടുക്കന്മാരാക്കുന്നതെന്താണെന്നോ? തിളങ്ങുന്ന ഓറഞ്ചും കറുപ്പും നിറങ്ങളിൽ മനുഷ്യരായ നമ്മൾ കടുവയെ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. എന്നാൽ കടുവയുടെ പ്രധാന ഇരയായ മാനുകളുടെ കാഴ്ച തികച്ചും വ്യത്യസ്തമാണ്. മാനുകൾക്ക് ഓറഞ്ച് നിറം കാണാൻ കഴിയില്ല എന്ന അമ്പരപ്പിക്കുന്ന ശാസ്ത്രസത്യമാണ് ഇതിനു പിന്നിൽ. അവർക്ക് നീലയും പച്ചയും നിറങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് മാനുകളുടെ മുന്നിൽ പച്ചപ്പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന കടുവ പൂർണ്ണമായും ഒരു അദൃശ്യരൂപിയാണ്. കടുവകളുടെ രഹസ്യ നെറ്റ്വർക്ക്, ആ ഒളിച്ചുകളി അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. കടുവകൾ സാധാരണയായി ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ കാട്ടിൽ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ഈ കടുവകൾ പരസ്പരം സംസാരിക്കുന്നതെങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ ആശയവിനിമയത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഗന്ധം വഴിയുള്ള അടയാളങ്ങളാണ്. നമ്മൾ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയക്കുന്നതുപോലെ കടുവകൾ കാട്ടിൽ അവശേഷിപ്പിക്കുന്ന അദൃശ്യമായ ടെക്സ്റ്റ് മെസ്സേജുകളോ സ്റ്റിക്ക് നോട്ടുകളോ ആണ് ഇവ. ഒരു തവണ മണക്കുമ്പോൾ തന്നെ തങ്ങളുടെ അതിർത്തിയിലുള്ളത് ഒരു പരിചയക്കാരനാണോ അതോ അപരിചിതനാണോ എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാകും. അപ്പോ എന്താണ് ഈ കടുവകളുടെ രഹസ്യക്കോഡ്? നേപ്പാളിലെ ഗവേഷകർ ഈ അദൃശ്യ സന്ദേശങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ വളരെ രസകരമായ കാര്യങ്ങൾ കണ്ടെത്തി. മരങ്ങളിൽ മാന്തിയും അതിർത്തികളിൽ ഗന്ധം അവശേഷിപ്പിച്ചും അവർ തങ്ങളുടെ പ്രദേശം അടയാളപ്പെടുത്തും. നമ്മൾ കരുതും പോലെ അവരെപ്പോഴും പൂർണ്ണമായും ഒറ്റയ്ക്കല്ല. മറിച്ച് ചിലപ്പോൾ 3-4 കടുവകളുള്ള ചെറിയ അയൽക്കൂട്ടങ്ങളായി അവർ മാറും. ഇതിന്റെ നടുവിൽ സാധാരണയായി ഒരു ആൺകടുവയുണ്ടാകും. 15. ഈ നമ്പറിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരു ആൺകടുവയുടെ അതിർത്തി ഒരു പെൺകടുവയുടേതിനേക്കാൾ 15 മടങ്ങ് വരെ വലുതായിരിക്കാം. അതായത്, ഒരുപാട് പെൺകടുവകളുടെ ചെറിയ അതിർത്തികളിലൂടെ സഞ്ചരിക്കുന്ന ഈ ആൺകടുവ കാട്ടിലെ ഈ രഹസ്യ നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലം പോലെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് കാട്ടിലെയും കൂട്ടിലെയും ജീവിതം തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നമ്മൾ ഇതുവരെ കാട്ടിലെ കടുവകളുടെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ കടുവകൾ സംരക്ഷണ കേന്ദ്രങ്ങളിലോ മൃഗശാലകളിലോ ആയിരിക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാട്ടിലെയും കൂട്ടിലെയും കടുവകളുടെ സ്വഭാവം തമ്മിൽ ശരിക്കും അജഗജാന്തര വ്യത്യാസമുണ്ട്. കാട്ടിൽ അവർ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. വലിയ സ്ഥലങ്ങൾ അവരുടെ സ്വന്തമായിരിക്കും. ഒപ്പം ഗന്ധം വഴി അവർ മറ്റുള്ളവർക്ക് നിരന്തരം മുന്നറിയിപ്പും നൽകും. എന്നാൽ കൂട്ടിലാവുമ്പോൾ അവരുടെ സ്വഭാവം പൂർണ്ണമായും മാറും. സ്വയം ഇര തേടേണ്ട ആവശ്യമില്ലാത്തതിനാൽ അവർക്ക് കാട്ടിലെ അതിജീവനത്തിനുള്ള ആ കഴിവ് നഷ്ടപ്പെടുന്നു. അവർ പലപ്പോഴും മറ്റു കടുവകളുമായി സ്ഥലം പങ്കിടുകയും ചിലപ്പോൾ സഹോദരങ്ങൾക്കൊപ്പം കൂട്ടുകാരായി ഒരുമിച്ച് കഴിയുകയും ചെയ്യും. ഉദാഹരണത്തിന്, റോയ്, കിം, ക്ലെയർ എന്നീ 3 സുഹൃത്തുക്കളെ പരിചയപ്പെടാം. ഒരു സംരക്ഷണ സങ്കേതത്തിൽ വളർന്ന 3 സഹോദരങ്ങളാണിവർ. കാട്ടിലെ കടുവകൾ പ്രായപൂർത്തിയായാൽ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇവർ 3 പേരും യാതൊരു വഴക്കും കൂടാതെ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കൂട്ടിലെ ജീവിതം അവരെ എത്രമാത്രം മാറ്റിമറിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. എന്തുകൊണ്ടാണ് ഇത്തരം കടുവകളെ തിരികെ കാട്ടിലേക്ക് വിടാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കൂട്ടിൽ വളരുന്ന കടുവകളെ കാട്ടിലേക്ക് വിടാൻ കഴിയില്ല.
കാരണം അവയ്ക്ക് കാട്ടിൽ ജീവിക്കാനുള്ള കഴിവുകളില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാട്ടിൽ എങ്ങനെ വേട്ടയാടണമെന്നോ സ്വന്തം സ്ഥലം എങ്ങനെ മറ്റു കടുവകളിൽ നിന്നും സംരക്ഷിക്കണമെന്നോ അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്തരം മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ കടുവകൾക്ക് കഴിയുന്നത്ര വലിയ മരങ്ങളും പുല്ലുകളും നിറഞ്ഞ സ്വാഭാവികമായ വാസസ്ഥലങ്ങൾ ഒരുക്കി നൽകുന്നത്. വരയൻ സുഹൃത്തുക്കളെ സംരക്ഷിക്കാം. ഈ അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗമാണിത്. കാട്ടിലെ കടുവകളുടെ ഭാവി എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കാട്ടിലെ കടുവകൾ ഇന്നു വലിയ അപകടങ്ങളെയാണ് നേരിടുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് കണ്ടോ? 100-ൽ 93% കാടും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതെ, ആവാസവ്യവസ്ഥയുടെ നാശം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ അവരുടെ ശരീരഭാഗങ്ങൾക്കു വേണ്ടിയുള്ള വേട്ടയാടലും മനുഷ്യരുമായുള്ള സംഘർഷങ്ങളും ഇവരുടെ നിലനിൽപ്പിനെ വലിയ ചോദ്യചിഹ്നമാക്കുകയാണ്. ഇത്രയും വിസ്മയകരമായ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ ജൂനിയർ ഡിറ്റക്റ്റീവുകൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയെങ്കിൽ ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ കടുവകൾ ഒളിച്ചിരിക്കാനും അവരുടെ രഹസ്യഭാഷകളിൽ സംസാരിക്കാനും സുരക്ഷിതമായി ജീവിക്കാനും എക്കാലവും ഇവിടെയൊരു കാടുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? ഈ ചോദ്യം നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ചേർന്നതിനും വലിയൊരു നന്ദി.